Hello guys, welcome back to our fifth episode of Mysore. Guys, നമ്മൾ രാവിലെ തന്നെ അവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. എന്നിട്ട് നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടൊരു കടയിൽ കയറി. ഞാൻ ഇത്രയും മേടിച്ചുള്ളൂ ഗൈസ്, എനിക്കധികം വിശപ്പുണ്ടായിരുന്നു. പിന്നെ ഇത്രയും നേരമായിട്ട് പറയേണ്ട ഒരു കാര്യമാണ്, ഇതാണ് നമ്മുടെ ബസ് ഗൈസ്. നമ്മൾ ഇത്രയും പേരാണ് പോയത് അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് വെച്ചാൽ. പിന്നെ എൻ്റെ പുറകെ നടക്കുന്ന വാലിബാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ദേവൂട്ടി എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. ഇത് നമ്മുടെ സെക്കൻഡ് ഡേയിൽ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലസ്, മൈസൂർ പാലസ് ഗൈസ്. വളരെ ട്രെൻഡിങ് സ്ഥലമല്ലേ. ഇവിടെയാണ് നമ്മൾ ഫസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നായിരുന്നു, ഫോട്ടോ ഒക്കെ എടുത്തിട്ട്. പിന്നെ ഗൈസ് അതിൻ്റെ ഉള്ളിലേക്ക് കയറി ഗൈസ്. ഭയങ്കര വലുതാണ് ഗൈസ്, ഒരു ഫോട്ടോ കിട്ടാൻ തന്നെ ഭയങ്കര പണിയാണ്. ഏതായാലും പിന്നെ ഞാൻ നൈസായിട്ട് നടന്നു പോയി. കണ്ടോ, നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ പറ്റുന്നുണ്ടല്ലേ? ബട്ട് അതിൻ്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഭയങ്കര കഷ്ടപ്പെടാം ഗൈസ്. ഞാനൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട്, ഇത് കാണിച്ചു തരാം. കണ്ടോ ഗൈസ്, ഈ ഫോട്ടോ പോലും എനിക്കത് മര്യാദക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല മൊത്തത്തിൽ. ഇപ്പം നമ്മൾ നൈസായിട്ട് നേരെ അങ്ങോട്ട് ഉള്ളിൽ കയറി. ഇനി നിങ്ങൾ തന്നെ കണ്ടേള്. അടിപൊളിയായിരുന്നു ഗൈസ്, ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഗൈസ്. സത്യം പറയാല്ല, അടിപൊളി സ്ഥലം ഗൈസ്. ഈ ഒരു സ്ഥലത്തിൽ കൊത്തുപണികൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ സ്ഥലങ്ങളെല്ലാം നോക്കിയാൽ പറ്റുമെങ്കിൽ പലരും സ്കിപ്പ് അടിച്ച് പോകും. പക്ഷെ പറഞ്ഞിട്ടായിരുന്നു ഗൈസ്, എങ്കിൽ ഇവിടെയുള്ള കൊത്തുപണികളെ കൂടി ശ്രദ്ധിക്കുക. ഞാൻ എടുക്കുന്ന ഒരു വീഡിയോയിൽ ഒരു കുഞ്ഞു വാതിൽ പോലും അവിടുത്തെ കൊത്തുപണികൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും അതിൻ്റെ ഒരിതുണ്ടല്ലോ. എന്തിപ്പോൾ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് അതിനൊരു പഴയ കാലത്തെ സാധനങ്ങളല്ലേ. അപ്പം അതിൻ്റെ കുത്തുപണി ചെയ്ത ആളുടെ ക്രിയേറ്റീവ് മൈൻഡ്, ആ ക്രിയേറ്റീവ് ഹെഡിന് തന്നെ നമ്മൾ ഒരു അവാർഡ് എഴുതി കൊടുക്കേണ്ടി വരും.
അതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാനൊക്കെ ആണെങ്കിൽ എടുത്ത് കൊടുത്താനെ ഗൈസ്, ഉറപ്പാണ്. കോഴ്സ് അത്ര നല്ല ഭംഗിയാണ് ഗൈസ്. ഇതിൻ്റെ സീലിംഗ് പോലും എന്ത് ഭംഗിയാണെന്നറിയോ, എത്ര രസമാണെന്നറിയോ നിങ്ങൾക്ക്. എനിക്ക് പറഞ്ഞു തരിക്കാൻ പറ്റില്ല. അതാണ് ഇതൊരു കണ്ണാടിയാണ് ഗൈസ്. ഇപ്പം നിങ്ങൾ കാണുന്നത് മനസ്സിലായില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഏതായാലും ബാക്കി കണ്ടുപോയിക്കേക്ക്. ലാസ്റ്റ് നമ്മൾ ഇറങ്ങി ഗൈസ്. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങി. അതിൻ്റെ പുറത്തുനിന്ന് ഞാൻ ഈ ചാടിത്തുള്ളി പോകുന്ന പോലെ ഒന്നും നിങ്ങൾ വിചാരിക്കരുത് ഗൈസ്. എനിക്ക് വിശന്നിട്ട് വയ്യായിരുന്നു ഗൈസ്. രാവിലെ പോയി ഉച്ച വരെ അതിനുള്ളിൽ നിൽക്കേണ്ടി വരും ഗൈസ്. അത്ര രസമാണ്. പിന്നെ ഇതെടുത്തെന്ന് വെച്ചാൽ അവിടുത്തെ കുത്തുമണിയൊക്കെ കണ്ട ഗൈസ്. നല്ല ഭംഗിയില്ല ഗൈസ്. പിന്നെ ഇത് ഇവിടെ നിന്നൊക്കെ ഫോട്ടോ എടുക്കാൻ എനിക്ക് പറ്റും ഗൈസ്. ഞാൻ ഫോട്ടോ എടുത്തു. ഏതായാലും ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനിയിപ്പോൾ അടുത്തിട്ടായിട്ടാണ് തരാം. ബൈ.